അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് അങ്ങേയറ്റം തികവയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. എല്ലാവർക്കും ഈദുൽ ഫിത്ർ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു മാസക്കാലത്തെ ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ഇന്ന് അത്യാഹ്ലാദപൂർവ്വം ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ ഗസയിലെ പിഞ്ചോമനകളുടെ ദീനരോധനം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. ഈ സമ്മിശ്രമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഈ വർഷത്തെ ഈദുൽ ഫിത്റിനെ സ്വാഗതം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സന്ദർഭത്തിൽ ആലോചിക്കാനുള്ളത്, ചിന്തിക്കാനുള്ളത്, കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് നാം എന്ത് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് പരിശീലന കാലഘട്ടമാണ്. എല്ലായിടത്തും ട്രെയിനിങ് കൊടുക്കുന്ന സ്വഭാവം, അതിനാവശ്യമായ പ്രോഗ്രാമുകളാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അധ്യാപകരായിരുന്നാലും തൊഴിലാളികളായിരുന്നാലും ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും കച്ചവടക്കാരായിരുന്നാലും ജീവിതത്തിൻ്റെ ഏത് തുറമുകളിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ തുറകളിൽ ജോലി ചെയ്യുന്നവരും വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ പരിശീലനങ്ങളുടെ ലക്ഷ്യമെന്താണ്? വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് എല്ലാ പരിശീലനങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയമായ പരിശീലനമാണ് ഈ ഒരു മാസക്കാലത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അഥവാ നമ്മുടെ മനസ്സും ശരീരവും നോമ്പെടുക്കുകയായിരുന്നു. കേവലം ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, ദഹനേന്ദ്രിയങ്ങൾക്ക് മാത്രമായൊരു നോമ്പ് മതം പഠിപ്പിക്കുന്നുമില്ല. ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും മനസ്സും പൂർണ്ണമായും വ്രതമെടുക്കണം എന്നതാണ് ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയുമായി നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നിലക്ക് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാൻ എന്തു വേണം എന്ന കൃത്യമായ പരിശീലനമാണ്
ഒരു മാസക്കാലത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാം എന്തു വേണം? ആ പരിശീലനം അടുത്ത 11 മാസക്കാലത്തേക്ക് വേണ്ട ഊർജം നേടിയെടുക്കാനുള്ളതാണ്. നമ്മുടെ 11 മാസക്കാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മനിയന്ത്രണത്തിൻ്റെ അനുഗ്രഹീതമായ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മുടെ അകവും പുറവും ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു. നമ്മുടെ മനസ്സും ശരീരവും മാത്രമല്ല, നമ്മുടെ സമ്പത്തും സംസ്കരിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് അനുവദനീയമായിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും നമുക്ക് അംഗീകരിക്കപ്പെട്ട് അനുവദിച്ചു തന്നിരിക്കുന്ന ഇണകളിൽ നിന്നും നിശ്ചിതമായ സമയത്തേക്ക് മാറി നിൽക്കുകയാണ് നാം ചെയ്തത്. അഥവാ അനുവദനീയമായ കാര്യങ്ങളിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്ന് ഒരു മാസക്കാലത്തിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അനുവദനീയമല്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറക്കെ പറയാൻ, അത് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം, അനുവദനീയമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും നമുക്ക് സാധിക്കുന്നു എങ്കിൽ നിഷിദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന ആ ഒരു ഉന്നതമായ മൂല്യങ്ങളിലേക്ക് വളരാനും ഉയരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സംസ്കരണത്തെ സംബന്ധിച്ചിടത്തോളം നൽകപ്പെട്ട വിവക്ഷ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫൈൻനെസ് ഓഫ് ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് മാനേഴ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ചിന്തയും വിചാരവും വികാരവും പ്രവർത്തനങ്ങളും എല്ലാം സംസ്കരിക്കപ്പെടണം. ആ നിലക്കുള്ള പൂർണ്ണമായൊരു സംസ്കരണത്തിലാണ് നാം വിധേയമായത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുള്ളതാണ് സൂറത്തുൽ അഅ്ലായിലെ വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അവനെ സ്മരിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നവൻ എന്നാണ് തുടർന്നുകൊണ്ട് പറഞ്ഞത്. പക്ഷെ മനുഷ്യൻ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. ഭൗതികമായ ഐഹികമായ കാര്യങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം നൽകുകയും പാരത്രികമായ ജീവിതത്തെ നമ്മൾ മറന്നു പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്കരണം ചോർന്നു പോകുന്നത്. പരലോകമാണ്, അനശ്വരമായ ജീവിതമാണ്, പാരത്രികമായ ജീവിതമാണ്, എന്നെന്നും നിലനിൽക്കുന്നതും അവശേഷിക്കുന്നതുമെന്ന ഉത്തമമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സംസ്കരണത്തെ വേണ്ട രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ നമസ്കാരവും ജമാഅത്ത് നമസ്കാരവും രാത്രി ദീർഘനേരമുള്ള നമസ്കാരവും നമ്മൾ നിർവഹിക്കുകയായിരുന്നു, നോമ്പെടുക്കുകയായിരുന്നു, സക്കാത്തും സദക്കയും കൊടുക്കുകയായിരുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു, പാപമോചനത്തിൽ ഏർപ്പെടുകയായിരുന്നു, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പോലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അങ്ങനെ ദിക്റുകളും മറ്റു കാര്യങ്ങളുമായി അവസാനം 10 ദിവസം ഈത്തിക്കാഫ് വരെ ഇരുന്നു കൊണ്ട് കഴിയുന്ന ആളുകൾ ഉംറ പോലും നിർവഹിച്ചുകൊണ്ട് ഏറ്റവും സംശുദ്ധമായ വിധാനത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ പരിശീലനം നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ടാകണം. ഒന്നാമതായി കൃത്യനിഷ്ഠ. 6:49 നോമ്പ് തുറക്കേണ്ടതെങ്കിൽ ഞാനും നിങ്ങളും 6:48 നോമ്പ് തുറന്നിട്ടില്ല, 6:50 കാത്തിരുന്നിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയുണ്ടാകണം. ടൈം മാനേജ്മെൻറ്റ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് സമയത്ത് ഉണരണമെന്ന്, ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന്, ഏത് സമയത്ത് ഉറങ്ങണമെന്ന് കൃത്യമായ പരിശീലനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിനോടുള്ള കടമയും കടപ്പാടും ബാധ്യതയും നിർവഹിക്കുന്നതോടൊപ്പം നമ്മൾ സഹജീവികളെക്കുറിച്ച് ആലോചിച്ച മാസമായിരുന്നു. നമ്മൾ ഒട്ടനവധി ദീനാനുകമ്പ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ ഒരു റമദാൻ കാലത്ത് മുസ്ലിങ്ങൾ ചെലവഴിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊഴിപ്പാൻ, വിഷമിക്കുന്നവൻ്റെ വിശക്കുന്നവൻ്റെ വിശപ്പകറ്റാൻ, ദുരിതമനുഭവിക്കുന്നവൻ്റെ ദുരിതം മാറ്റാൻ ഇത്രയധികം കോടി ഒരു മാസം കൃത്യമായി ചെലവഴിക്കപ്പെട്ട മറ്റൊരു സമൂഹത്തെയോ സമുദായത്തെയോ മറ്റേതെങ്കിലും ഒരു ഇബാദത്തിനെയോ നമുക്ക് കാണാൻ സാധ്യമല്ല. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾ ഈ ഒരു മാസക്കാലം ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ അത്തരം ദീനാനുകമ്പ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ ഏറ്റവും സിംബോളിക്കായ രൂപമാണ് അവസാനമായി ഈദ്ഗാഹുകളിലേക്ക്, പള്ളികളിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ കടന്നു വരണമെങ്കിൽ ആ നമസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ടായിരിക്കണം കടന്നു വരേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. തുഹറത്തൻ ലിസ്വായിം വതുഅമത്തൻ ലിൽ മസാഖീൻ.
നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പിൻ്റെ ശുദ്ധീകരണമാണ്. അതിൽ വന്നിരിക്കുന്ന അപാകതകൾ കൂടി പരിഹരിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവൻ ആഹാരമാകുന്നു എന്ന പ്രവാചകൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് പോലും കൊടുത്തുകൊണ്ട്, അഥവാ സഹജീവികളോടുള്ള കടമയും കടപ്പാടും നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഈമാനും ആ കർമ്മങ്ങളും ആ വിശുദ്ധിയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കുക എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. സൂറത്ത് യൂസുഫിലെ 90-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നുവോ തീർച്ചയായും അള്ളാഹു അത്തരത്തിലുള്ള സൽപ്രവർത്തനം ചെയ്യുന്ന മുഹ്സിനുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടിയായിരിക്കട്ടെ നമ്മൾ ഈദുൽ ഫിത്തറിനെ സ്വീകരിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്തിനു വേണ്ടിയാണ് ഈദുൽ ഫിത്തർ? അതിൻ്റെ ലളിതമായ ഉത്തരം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് സൂറത്തുൽ ബഖറയിൽ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് അള്ളാഹു പറഞ്ഞത്. നോമ്പ് നിങ്ങൾക്ക് റമളാൻ മാസത്തിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം ആ ആയത്ത് അവസാനിക്കുന്നത് വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും ലഅല്ലക്കും തഷ്കുറൂൻ. 3 കാര്യങ്ങളാണ് അവിടെ അള്ളാഹു സൂചിപ്പിച്ചത്. നോമ്പിൻ്റെ എണ്ണം പൂർത്തിയാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് മാർഗദർശനം നൽകിയിരിക്കുന്ന, ഹിദായത്ത് നൽകിയിരിക്കുന്ന, സന്മാർഗബോധം നൽകിയിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി എന്നാണ്. നമ്മൾ ആലോചിക്കണം. നമ്മൾ നമസ്കാരത്തിൽ നിർബന്ധമായും 17 പ്രാവശ്യം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച തമ്പുരാനെ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന്. ആ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് വഴി നടക്കാൻ കഴിയണം എന്നുള്ള ആ ഹിദായത്തിനെ കുറിച്ചുള്ള ബോധം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് ഹിദായത്ത്. നമ്മൾ മനസ്സിലാക്കണം. ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ജീവിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വിട്ടപ്പോൾ കുടിക്കാൻ വായുവും, ശ്വസിക്കാൻ വായുവും, കുടിക്കാൻ വെള്ളവും, ജീവിക്കാൻ വേണ്ട വിഭവങ്ങളും തൻ്റെ വംശം നിലനിർത്താൻ തന്നോടൊപ്പം തൻ്റെ ഇണയെയും നൽകി ഈ ഭൂമുഖത്തേക്ക് ആദ്യ മനുഷ്യനെ പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു വലിയൊരു കാര്യം കൂടി നിർവഹിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഫഇമ്മാ യഅതി അന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിനക്ക് നമ്മിൽ നിന്ന് ഹുദ ലഭിക്കും, ആ മാർഗദർശനം ലഭിക്കും, ആ ഹിദായത്ത് ലഭിക്കും. ആ മാർഗദർശനം പിൻപറ്റിക്കൊണ്ട് നീ ജീവിച്ചാൽ നീ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇത് ആദ്യ മനുഷ്യനായ ആദമിന് നൽകിയ മെസ്സേജ് ആയിരുന്നു എങ്കിൽ അവ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവസാനത്തെ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു ഇവിടെ പ്രഖ്യാപിച്ചത് ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നാണ് ഖുർആനിൻ്റെ അവതരണം. അത് മാനവർക്ക് മുഴുവനും മാർഗദർശനമാണ്, സത്യാസത്യ വിവേചനത്തിൻ്റെ മാർഗരേഖയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മാർഗരേഖ ആവശ്യമുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആ ഹിദായത്തിന് ശുക്ർ ചെയ്യണം? നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ മാർഗദർശനത്തിൽ നമ്മൾ അള്ളാഹുവിനെ സ്തോത്രകീർത്തനം ചെയ്യണം, അവനെ പ്രകീർത്തിക്കണം, അവനോട് നന്ദി കാണിക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി എന്നാണ്. നമ്മൾ ഇന്ന് മുഴക്കുന്ന തക്ബീർ ആ ഹിദായത്ത് നൽകിയിരിക്കുന്ന പടച്ച തമ്പുരാനെ അവനെ പ്രകീർത്തിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ തക്ബീറിൻ്റെ മഹത്വം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഹിദായത്ത് ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സൃഷ്ടിച്ചത് മലക്കുകളെ പോലെയല്ല. മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അതേപടി നടപ്പാക്കുന്നവരാണ്. സമീന വഅത്വൈന, കേട്ടു അനുസരിച്ചു. അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെതിരെ പ്രവർത്തിക്കാൻ, അതിന് വിഘാതമായി നിലനിൽക്കാൻ അവർക്ക് സാധ്യമല്ല. എന്നാൽ മനുഷ്യരുടെ പ്രകൃതം അങ്ങനെയല്ല. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത് ശരിയും തെറ്റും അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. നന്മകൾ സ്വീകരിച്ചുകൊണ്ട് മാലാഖമാരെക്കാൾ ഉയരാൻ സാധിക്കും, തിന്മകൾ സ്വീകരിച്ചുകൊണ്ട് മൃഗങ്ങളെക്കാൾ അധപ്പതിക്കാൻ സാധിക്കുന്ന പ്രത്യേകമായ പ്രകൃതത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ഹിദായത്താണ് ഏറ്റവും വലിയ വരദാനം എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് കൊണ്ടാണ്. ഇത് ലഭ്യമല്ലാതെ പോയാൽ അവിടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന LGBTQ 5 അക്ഷരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പലരും പറയുന്നു, കുട്ടികൾ പറയുന്നു, നമ്മുടെ പെൺകുട്ടികൾ പറയുന്നു, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് കുടുംബം വേണ്ട, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. നമ്മൾ ആലോചിച്ചു നോക്കും, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനിങ്ങോട്ട് കടന്നു വന്നത് എൻ്റെ സമ്മതത്തോടു കൂടിയാണോ? ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എൻ്റെ അനുവാദത്തോടു കൂടിയാണോ? എന്ത് അവകാശമായി എനിക്ക് എൻ്റെ ശരീരത്തിലുള്ളത്? ഞാൻ ശ്വസിക്കുന്നത്, നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ നടക്കുന്നത്, നമ്മുടെ ഹൃദയം മിടിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ.
നമ്മുടെ ശരീരത്തിലെ ആന്തരികമായ ഓരോ അവയവങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ എനിക്കും നിങ്ങൾക്കും ഒരു സെക്കൻഡെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും എന്നോ ഈ ഭൂമുഖത്ത് മരിച്ചു വീഴുമായിരുന്നു സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത്രേ നമുക്ക് അവകാശമുള്ളൂ. എൻ്റെ ശ്വസനവും എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പും നിയന്ത്രിക്കാനുള്ള അധികാരങ്ങൾ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ എന്നും മരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം, മനുഷ്യരുടെ നിയമം വേണം. മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായ നിയമം. അതിനെ നിഷേധിച്ചുകൊണ്ട് സ്വവർഗരതിയാകാം, മൃഗങ്ങളുമായി ഭോഗത്തിലേർപ്പെടാം, ശവത്തിൻ്റെ ഭോഗത്തിലേർപ്പെടാം. സുന്ദരമായ അക്ഷരങ്ങൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന സുന്ദരമായ മുദ്രാവാക്യം കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അത് പുതിയ ആശയമാണ് എന്നാണ്. പക്ഷേ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, അവർ മൃഗങ്ങളെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ മോശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു അധപ്പതനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മൂല്യബോധമില്ലാത്ത, ധാർമ്മിക ബോധമില്ലാത്ത, സദാചാര ചിന്തയില്ലാത്ത ഒരു തലമുറ എത്തിപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആ ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് വ്രതാനുഷ്ഠാനം. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക. സഹോദരന്മാരെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്ന്, ഈ തക്ബീറിൻ്റെ മഹത്വമാണ്. തക്ബീർ, അള്ളാഹുവാണ് ഏറ്റവും മഹാൻ. ഇത് ആർക്കും എതിരല്ല. പല ആളുകളും തെറ്റിദ്ധരിച്ചത് പോലോ തക്ബീർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം ആലളകിയിരിക്കുന്നു എന്നാണ്. ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു പോലോ തക്ബീർ. മറിച്ച് അള്ളാഹുവാണ് ഏറ്റവും മഹാൻ, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന സാക്ഷാൽ ദൈവം, ആ ഈശ്വരൻ, ആ പടച്ചതമ്പുരാൻ, ആ സാക്ഷാൽ കർത്താവ്, അവനാണ് ഏറ്റവും മഹാൻ. അവനേക്കാൾ വലുതായി എൻ്റെ മുമ്പിലൊന്നുമില്ല. ഞാനാവട്ടെ, എൻ്റെ കുടുംബമാകട്ടെ, എൻ്റെ നാടാവട്ടെ, എൻ്റെ അധികാരമാകട്ടെ, എൻ്റെ ശക്തിയാകട്ടെ, എൻ്റെ കഴിവാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം തന്നെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള അവനെ മഹത്വപ്പെടുത്തുന്ന ആ തക്ബീറിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക, അവനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാർഗം എപ്പോഴും സുന്ദരമായ പട്ടുമെത്തയല്ല. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പരീക്ഷണങ്ങൾ കൊണ്ട്, നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാണ് പ്രവാചകന്മാരുടെ ജീവിതം, ഇസ്ലാഹി നേതാക്കന്മാരുടെ ജീവിതം, നവോത്ഥാന നായകന്മാരുടെ ജീവിതം, മുൻകാലത്ത് ജീവിച്ചിരുന്ന സഹാബാക്കളുടെ ജീവിതം. ഓരോന്നും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം ലനബിലുവന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. നമ്മൾ എന്തെങ്കിലും ചെറിയ പരീക്ഷണങ്ങൾ കാണുമ്പോൾ പേടിക്കുകയാണ്, നമ്മൾ ഭയപ്പെടുകയാണ്, നമ്മൾ പിന്തിരിഞ്ഞ് മാറി നിൽക്കുകയാണ്, നമ്മൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയാശങ്കയാണ് നമുക്കുള്ളത്. ആവശ്യമില്ല. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് മാത്രമുള്ളതല്ല, ഈ തലമുറക്ക് മാത്രമുള്ളതല്ല. മുൻ തലമുറകൾ ഒട്ടനവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പരീക്ഷിക്കപ്പെടും. സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണം നമ്മൾ പല നിലക്കും കാണാം. കാലാവസ്ഥാ വ്യതിയാനമാകാം, മഴയില്ലായ്മയാകാം, ജലപ്രളയമാകാം, വിളനാശമാകാം, ഉൽപാദനക്കുറവാകാം. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടാം, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടാം, ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടാം, കാർഷിക നഷ്ടം, വിഭവ നഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടാം, ധനനഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടാം. അങ്ങനെ എന്തുണ്ടായിരുന്നാലും ശരി, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെയും അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ സമ്പത്തിലൂടെയും അതുപോലെ തന്നെ ശരീരവും പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും. തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞ വചനങ്ങൾ അടിവരയിട്ട് വായിക്കുക. ലതസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട സമൂഹങ്ങൾ, ആ സമൂഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ വമിനല്ലദീന അശ്റകു, ബഹുദൈവ വിശ്വാസികളായിരിക്കുന്ന സമൂഹങ്ങൾ. എന്നിട്ട് അള്ളാഹു പറയുന്നു, നോക്കൂ, നമ്മൾ അതൻ കസീറ, അവരിൽ നിന്നൊക്കെ ധാരാളം പീഡന വാക്കുകൾ, ഉപദ്രവങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അള്ളാഹു ഇത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത് എന്നാലോചിക്കുക. വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലുൽ കിതാബായിരിക്കുന്ന ആളുകളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ഒട്ടനവധി പീഡനങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും എന്നാണ്. ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, വിശുദ്ധ ഖുർആനിനെതിരെ, മതചിഹ്നങ്ങൾക്കെതിരെ, ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെ, ശരീഅത്ത് നിയമങ്ങൾക്കെതിരെ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ഭീഷണികൾ, എതിർപ്രചാരണങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. പക്ഷേ വിശ്വാസികൾ എന്തു വേണം? വിശ്വാസികൾ എന്തു വേണം? അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, നോക്കൂ, നമ്മൾ വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും തെക്കുവ പാലിക്കുകയും ചെയ്യുക.
എന്തിനാ നോമ്പെടുത്തത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തെക്കവയുള്ളവരാകാൻ. ഞാനും നിങ്ങളും തെക്കവയുള്ളവരായോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട സുപ്രഭാതത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അവിടെ ക്ഷമയും തെക്കവയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ക്ഷമയും തെക്കവയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് നിർണയിക്കപ്പെട്ട ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ എന്ത് വേണം? വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും ദുർബലരാകരുത്, ദൗർബല്യം സംഭവിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം. മറ്റൊരു കാര്യം, ഇസ്ലാം എവിടെയും മാനുഷികമായ മൂല്യങ്ങൾക്ക് നൽകിയ, മാനവികതയ്ക്ക് നൽകിയ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പെരുന്നാൾ കടന്നു വരുന്നത് വിശ്വമാനവികതയുടെ സന്ദേശവുമായിട്ടാണ്, മാനവിക ഐക്യത്തിൻ്റെ സന്ദേശവുമായിട്ടാണ്, സമസൃഷ്ടി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മഹിത സന്ദേശങ്ങളുമായിട്ടാണ് ഈദുൽ ഫിത്ർ കടന്നു വന്നത്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമസ്കാരത്തിന് വരുന്നതിന് മുമ്പ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരോടുള്ള കടമയാണ്, സഹജീവികളോടുള്ള ഉത്തരവാദിത്തമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വംശവെറി വർദ്ധിച്ചു വരുന്നു, വർണ്ണവെറി വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ വർഗീയമായി മനുഷ്യരെ ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം തിരിച്ചറിവുണ്ടാകണം നമുക്ക്. അത്തരത്തിലുള്ള യാതൊരു ധ്രുവീകരണങ്ങളിലും പെട്ടുപോകാതെ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വവും നമ്മുടേതായ അസ്തിത്വവും നമ്മുടേതായ സംസ്കരണവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനെന്തു വേണം? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം ഈ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മാനവ സമൂഹത്തെ അഭിസംബോധന, നിങ്ങൾ ആണും പെണ്ണുമായൊക്കെ വിധമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, കുടുംബങ്ങളും ഗോത്രങ്ങളുമായി വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഉന്നതന്മാർ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല, നിങ്ങളിൽ ഉൾക്കൊള്ളുന്ന ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു വേണം? ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ ഖറബു ലിത്തഖ്വ, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പോ വിദ്വേഷമോ നീതി നിഷേധിക്കുവാൻ നിങ്ങൾക്ക് കാരണമായിക്കൂടാ എന്നാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ശബ്ദം എല്ലായിടത്തും നീതി നിഷേധത്തിൻ്റെതാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമൂഹങ്ങൾ നീതി നിഷേധത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മതം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വെറുപ്പിൻ്റെ പേരിൽ, വിദ്വേഷത്തിൻ്റെ പേരിൽ, പകയുടെ പേരിൽ നിങ്ങൾ നീതി നിഷേധിക്കാൻ പാടില്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ ഖറബു ലിത്തഖ്വ, നിങ്ങൾ പൂർണ്ണമായ നീതി നടപ്പാക്കുക, അതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്നാണ്. നമ്മൾ ആലോചിക്കണം, ഒരു മതവിശ്വാസിക്ക് എങ്ങനെ ഭീകരവാദിയാകാൻ സാധിക്കും? ഒരു മതവിശ്വാസിക്ക് എങ്ങനെ വർഗീയവാദിയാകാൻ സാധിക്കും? ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പറഞ്ഞത്, വർഗീയവാദികൾ നമ്മിൽപ്പെട്ടവരല്ല എന്നാണ്. വർഗീയവാദത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല, വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്, നീ നിനക്ക് വേണ്ടി എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റു മനുഷ്യർക്ക് വേണ്ടി ഇഷ്ടപ്പെടണമെന്നാണ്. മുസ്ലിങ്ങൾക്കെന്നല്ല, അറബികൾക്കെന്നല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിന് എന്നല്ല. അഹിബ്ബ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഇഷ്ടപ്പെടണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇണക്കിളികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ മാനിഷാദ, ആ ഇണക്കിളികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കാട്ടാളത്വമാണ്. അതുകൊണ്ട് നീ ഒരിക്കലും ആ കാട്ടാളത്വം പ്രവർത്തിക്കരുത്, അരുത് കാട്ടാള എന്ന് പറഞ്ഞ ദർശനമാണ് ഭാരതീയ ദർശനം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചതാണ് ക്രൈസ്തവ ദർശനം. അപ്പോൾ എവിടെയാണ് മതവിശ്വാസികൾക്ക് വർഗീയവാദികളാകാൻ സാധിക്കുക എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മതം പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശമായിരിക്കട്ടെ നാം ഈ സന്ദർഭത്തിൽ മുറുക്കെ പിടിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളുണ്ട്. അത് മതേതരത്വത്തിൻ്റെതാണ്, അത് ജനാധിപത്യത്തിൻ്റെതാണ്. അതിവിടെ നിലനിൽക്കണം, അതിന് നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരു തെരഞ്ഞെടുപ്പ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെയുള്ള സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് നമുക്കറിയാം. വോട്ട് എന്നുള്ളത് അത്ര പ്രധാനമാണ്. അത് ഏത് ദിവസമായിരുന്നാലും ശരി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നമ്മുടെ ആത്മാവ് നേരത്തെ നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്ത ദിവസങ്ങളാണ് കടന്നുപോയതെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയുണ്ട്. രണ്ട് വികാരമായിരിക്കണം. ഒന്ന്, നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണം.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. മറ്റൊന്ന്, നമ്മുടെ ഈ കാര്യം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയാണ്. അവിടെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, മനസ്സിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കാതെ ഈ സത്യത്തിൻ്റെ ധർമ്മപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് അവസാനം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്ന സമാധാനവും ശാന്തിയും നേടിയിരിക്കുന്ന ആത്മാവേ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമായും തിരിച്ചു വരിക എന്ന ആ സന്തോഷ വാർത്ത ഏറ്റെടുത്തുകൊണ്ടായിരിക്കട്ടെ നമ്മൾ ഈ ഈദ്ഗാഹുകളിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആഘോഷം എന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ തേട്ടമാണ്. ആ മനുഷ്യ മനസ്സിൻ്റെ തേട്ടം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ത്യാഗപൂർണമായ വ്രതത്തിനു ശേഷം നമുക്ക് ആഘോഷം നൽകിയിരിക്കുകയാണ്. ആഘോഷത്തിന് ഇസ്ലാം അതിന് സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ സമയമുണ്ടാകണം. ഒരു കയറ്റത്തോടൊപ്പം ഇറക്കമുണ്ടാകണം, ദുഃഖത്തോടൊപ്പം സന്തോഷമുണ്ടാകണം, ത്യാഗത്തോടൊപ്പം സംതൃപ്തി ഉണ്ടാകണം, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാകണം എന്നുള്ളത് മനുഷ്യ മനസ്സ് തേടുന്നൊരു തേട്ടമാണ്. അങ്ങനെ ഒരു സന്ദർഭമാണ് നമുക്കിവിടെ ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ആഘോഷം ഒരിക്കലും അതിര് കടന്നു പോകാൻ പാടില്ല. മതത്തിൻ്റെ അതിർത്തി വരമ്പുകൾ വിട്ടുകൊണ്ടുള്ള ഒരു ആഘോഷവും മതം പഠിപ്പിക്കുന്നില്ല. ഈദ്ഗാഹുകളിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം സകലമായ തിന്മകളും അധർമ്മങ്ങളും ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വഴിമാറിപ്പോകരുത്. അവിടെയെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചില പദ്ധതികൾ ഉണ്ടാവണം. എന്നാൽ ചില പരിധിവരെ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവിടെ പെൺകുട്ടികൾ പാട്ടുപാടി. ആ പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടു കൂടി കടന്നു വന്നു. ആ പാട്ടുപാടിയ പെൺകുട്ടികൾ ആക്ഷേപിച്ചുകൊണ്ട് പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കർ, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദൻ വ ഇന്നൽ യൗമ ഈദുനാ, എല്ലാ സമൂഹങ്ങൾക്കും ആഘോഷമുണ്ട്, ഇത് നമ്മുടെ ആഘോഷ ദിവസമാണ്. അനുവദനീയമായ ഹലാലായ നിലക്ക് അവർ പാടുകയും മറ്റു കാര്യങ്ങളും ആവട്ടെ എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സുഡാനിലെ യുവാക്കൾ മദീന പള്ളിയുടെ മുറ്റത്ത് വന്നുകൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ പ്രവാചകന്റെ പിന്നിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് മതത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു കടക്കാതെയുള്ള ആഘോഷമാകാം എന്ന് തന്നെയാണ്. ഈ തിരക്ക് പിടിച്ച കാലത്ത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കുടുംബ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നെല്ലാം ഈ മൊബൈലിനകത്താണ്. അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ജനങ്ങളെ തടഞ്ഞു നിന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹം, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ, ആരുമായി നമ്മൾ അകന്നു നിൽക്കുന്നു എങ്കിൽ, ഈ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് നന്നാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പെരുന്നാളിൻ്റെ സുദിനത്തിലെങ്കിലും എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്നും സംശയിക്കേണ്ടതില്ല. ഈ ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞ ഉടനെ അവരുടെ വീട്ടിലേക്ക് കടന്നു എന്നുകൊണ്ട് അസ്സലാമു അലൈക്കും, നമ്മുടെ പിണക്കം അവസാനിച്ചിരിക്കുന്നു എന്ന് ധീരമായി പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവുള്ളവരാണ് നമ്മൾ. അതുപോലെ തന്നെ രോഗികളായ ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്, ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരെ ചെന്നുകൊണ്ട് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. യുദ്ധം കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഫലസ്തീനിലെ ആളുകളെ നമുക്കറിയാം, അഭയാർത്ഥികളെ കുറിച്ച് നമുക്കറിയാം. അവിടെ സ്വന്തം നാട്ടിൽ പോലും സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് മുഴുവനും പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും നീതി നടപ്പാക്കുവാനും സമാധാനപരമായ സ്വസ്ഥമായ അന്തരീക്ഷം നിലനിൽക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളൊന്നുകൂടി ഓർമ്മിക്കുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ പ്രദേശത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ RP അഹമ്മദ് കുട്ടിയാജി ഈ റമദാനിലാണ് നമ്മളോട് യാത്ര ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അള്ളാഹുവിനുള്ള അവരെങ്കിലേക്ക് മടങ്ങേണ്ടവരാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന സേവനങ്ങൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പള്ളി, ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കപ്പെടുന്ന പള്ളി, സ്ത്രീകൾക്ക് വളരെ സ്വതന്ത്രമായി പടർന്നു വരാൻ സാധിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു പള്ളി, അത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ പ്രദേശത്ത്. അതിനുവേണ്ടി എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് എന്നെക്കാൾ അറിയുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക, മറ്റു ഒട്ടനവധി പള്ളികളുടെ
ഉത്തരവാദപ്പെട്ട മുഖ്യ കാര്യദർശി എന്ന നിലക്കും മുത്തവല്ലി എന്ന നിലക്കും അതിൻ്റെ സംരക്ഷണത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന സേവനങ്ങൾ നമുക്കറിയാം. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും നടത്തിക്കൊണ്ടുപോകലും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമുക്കറിയാം. നാഥ, അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ നാഥ. അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണമേ നാഥ. അദ്ദേഹത്തിന് മർഹമത്ത് നൽകണമേ നാഥ. അദ്ദേഹത്തെയും ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അതോടൊപ്പം ഈ പ്രദേശത്ത് ഈ വെളിച്ചം പകരാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന പല ആളുകളുമുണ്ട്. പലരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹം ലഭ്യമായത്. അതുകൊണ്ട് അങ്ങനെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത പല ആളുകളും ഇന്ന് ക്ഷീണം കാരണം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്. അവിടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ പല ആളുകളും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നാഥ, അവിടെ എല്ലാവരുടെയും രോഗം നിഷിഫിയാക്കി കൊടുക്കണമേ. പല രോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. നാഥ, അവിടെ എല്ലാം രോഗം നീ പൂർണ്ണമായി ഷിഫിയാക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم أحينا على الكتاب والسنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان. اللهم اشفي أمراض مرضانا. اللهم اشفي أمراض مرضانا يا شافي الأمراض. اللهم اشفي أمراض مرضانا يا شافي الأمراض. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر الله أكبر الله أكبر.